അപ്പോൾ ഞങ്ങളിനകത്തൊരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആവണം, ക്ലൈമാക്സിലൊരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു ആളായിരിക്കണം വിക്ടർ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ സാറിനെ അറിഞ്ഞതിന് ശേഷം ഒരു പെട്രോൾ ഹെഡിനെ എനിക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ല വേറെ ആളെ. ഈ ആർട്ടിസ്റ്റിന് കലയും രാഷ്ട്രീയം മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റും നാം പറയുന്നത് തന്നെയാണ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ മാറ്റി കാണാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ അത് ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇരിക്കുന്ന സമയത്ത് ഗൂഗിള് അനുകരിക്കാത്ത ആൾക്കാരില്ല. സുരേഷ് ഗോപി സാറിനെ അനുകരിക്കും, അതെല്ലാവരും പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അവന് പുറത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അവന് ഇഷ്ടമല്ല. പക്ഷേ ഗോകുലൻ ട്രിലമീഡ് ആയിരുന്നു അലൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അവനത് ചെയ്യുന്ന സമയത്തും എന്നോട് ചോദിക്കുകയെന്ന് വെച്ചിട്ട് അത് ഇച്ചിരി ഓവറാകുമോ ഞാനിങ്ങനെ ഇളകി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം പിന്നെ ഗോകുൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു സാർ ഭയങ്കരമായിട്ട് അയഞ്ഞു. അപ്പോൾ സാർ ഇനിഷ്യൽ ഡേയ്സിൽ സാർ ഒരു സ്റ്റിഫായിരുന്നു. ഗോകുൽ വന്നു കഴിയുമ്പോൾ ശരിക്കും പേരപ്പനും മറ്റേ ഇതുമായി ഇവർ രണ്ടുപേരും കൊച്ചിലോട്ട് അറിയാമല്ലോ. ഈ സിനിമ എൻ്റെ എത്രയാണോ അത് അജു വർഗീസിൻ്റെ കൂടെയാണെന്ന് എനിക്കത് പറയാൻ ഇഷ്ടം. അത് ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലത്തെ ഇൻവോൾവ്മെൻ്റ് അല്ല. കെ വി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആക്ടറിന് ഇപ്പം ഇരകളുടെ വലിയ ഫാനാണെന്ന് പറയുന്നത്. നമ്മളും പുള്ളിയെ അധികം ഒരു കോമിക് നേച്ചറിൽ ഇപ്പം മണിച്ചിത്രത്താഴോ അല്ലെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ നമ്മൾ പുള്ളിയുടെ ഒരു കോമഡി കണ്ടിട്ടുള്ളൂ. സാജൻ ബേക്കറിയിലും പുള്ളി വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഇരകൾ തന്നെയാണോ പുള്ളിയെ കാണാനും പുള്ളിയെ സാജൻ ബേക്കറിയിലും അതിനുശേഷം ചാരിയിലേക്കും കാസ്റ്റ് ചെയ്യാനുള്ളൊരു റീസൺ? ഈ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് എങ്ങനെയാണ് വന്നത്? ഇരകളാണ് സാജൻ ബേക്കറിയിൽ സാറിനെ കാസ്റ്റ് ചെയ്യാനുള്ള റീസൺ. കെ ജോർജ് സാറ് എന്നെ അറിയാവുന്നവർക്ക് അറിയിക്കും, ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറിനോട് ആദ്യം പറയുന്നത് തന്നെ ഫസ്റ്റ് കോളിൽ ഞാൻ സംസാരിക്കുന്ന സാർ ഞാൻ ഇരകളുടെ ഒരു ഹ്യൂജ് ഫാനാണ് സാർ. ബേബി എനിക്ക് ഇരകൾ എടുത്തൊരു ടാക്സി ഡ്രൈവർ പോലത്തെ അന്നത്തെ ഒരു ഭയങ്കര കണ്ടംപററി പൊളിറ്റിക്സിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്നൊരു പരിപാടിയാണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതിൻ്റെ അത്രയും ഒരു കൾട്ട് ഒരു മൂവിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിനോട് ഇത് പറഞ്ഞ സമയത്ത് സാറിന് അങ്ങനത്തെ ഒരു രീതിയിലത്തെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു പയ്യൻ വിളിച്ച് പറയുന്നത് സാറിനോട് ആദ്യമായിട്ടാണ് തോന്നുന്നു. സാർ അതുകൊണ്ട് ഞാൻ ലിസൺ ചെയ്തു. ഞാൻ കഥയൊക്കെ പറയുന്ന ഒരു മണിക്കൂർ എടുത്ത് പറയാൻ സാർ കേട്ടോളാം എന്ന് പറഞ്ഞ് കേട്ടു. സാജൻ ബേക്കറി വന്നു. സാജൻ ബേക്കറി ചെയ്യുന്ന സമയത്താണെങ്കിലും സാറിന് ഭയങ്കര ഇളകി ഞങ്ങളോടൊക്കെ അഭിനയിക്കാനുള്ള, കാരണം അത്രയും നാളും സാറിനെ വിളിക്കുന്ന പോലീസ് അല്ലെങ്കിൽ ഭയങ്കര സാറിൻ്റെ റിയൽ ലൈഫ് പേഴ്സോണെ ഒരു രീതിയിൽ പകർത്തുന്ന രീതിയിലായിരുന്നു സാറിൻ്റെ റോൾസും കാര്യങ്ങളൊക്കെ ആ സമയത്ത്. പക്ഷെ സാറിനകത്തൊന്നും ഒരു ബാക്ക് ഫുട്ടിൽ പോയി കുറച്ച് ലൂസായിട്ട് അഭിനയിച്ചപ്പോൾ സാറിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കാര്യത്തിൽ. അപ്പോൾ ലേറ്റ്ലി ശിവൻ ഞാനൊക്കെ സാറിൻ്റെ വീട്ടിൽ പോകും. സാറിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടോണി സ്റ്റാർക്കിൻ്റെ വീടാണ് മൊത്തത്തിൽ. മറ്റേ റെയിൽവേയുടെ ചെറിയ മോഡലുകൾ, ഗ്യാസിൽ ഒഴിച്ച് കൊടുക്കുന്ന ഹെലികോപ്റ്റർ, ഇല്ലാത്ത സാധനമില്ല അതിനകത്ത്. അപ്പം ഞങ്ങൾ ഗേനജയുടെ കഥ പറയുമ്പോൾ തന്നെ സാർ ഇങ്ങനെ ഹോട്ട് വീൽസ് മേശപ്പെടുത്തിന് ഉരുട്ടിയിട്ട് എന്നിട്ട് പുള്ളി കേട്ടോണ്ടിരിക്കുന്നത് ഈ ലാൻഡ് റോവർ ഞാൻ സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്ന് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ രീതിയിലുള്ള ഗീക്സ് ആണ്. അതെ. അപ്പോൾ ഇത് കാണുമ്പോൾ ഞങ്ങളിനകത്തൊരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആവണം, ക്ലൈമാക്സിലൊരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു ആളായിരിക്കണം വിക്ടർ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ സാറിനെ അറിഞ്ഞതിന് ശേഷം ഒരു പെട്രോൾ ഹെഡിനെ എനിക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ല വേറെ ആളെ. അൾട്ടിമേറ്റ് പെട്രോൾ ഹെഡാണ്. അത് ചുമ്മാ പാഷനാണ്, അത് വേറെ ലെവൽ പാഷനാണ്. അപ്പം ആ ഒരു സാറിൻ്റെ ഒരു ലൈറ്റർ സൈഡും സാറിൻ്റെ ഈ ഹ്യൂമർ നമ്മളോട് ഈ കഥ സെറ്റിൽ വെച്ച് ഈ സാജൻ്റെ സമയത്തും സെറ്റ് വെച്ചിങ്ങനെ ഒരുപാട് കഥകൾ പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ സൈഡൊന്ന് ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും ഇടണമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വിക്ടർ വന്നപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം അത് തന്നെയായിരുന്നു. ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനോട് പോയി പറയുമ്പോൾ ഇതിൽ കുറച്ച് ബോൾഡായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ സാർ പറയുന്നൊക്കെ ഉണ്ട്, സാർ ചിത്രരചനയായിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ പറയുന്ന സമയത്ത് ഞാൻ ഉള്ളിൽ പേടിച്ചിട്ടാണ് പോയി പറയുന്നത്. പക്ഷേ സാർ ഒരു പ്രശ്നമില്ലാതെ അതൊക്കെ സെറ്റിൽ വന്നിട്ട് അത് അവതരിപ്പിച്ചു. ഞാൻ സെറ്റ് മുഴുവൻ ചിരിക്കുകയായിരുന്നു. സാർ മറ്റേ ഒരു പെയിൻറ്റിംഗ് ഒക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ട് സംസാരിക്കുന്ന സാധനമൊക്കെ ഉണ്ടൊക്കെ കാണുമ്പോൾ റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ആളും കൂടിയാണ്. അതെ. പക്ഷേ അതാണ് ഈ ആർട്ടിസ്റ്റിന് കലയും രാഷ്ട്രീയം മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റും നാം പറയുന്നത് തന്നെയാണ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ മാറ്റി കാണാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ അത് ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് എൻ്റെ ഈ സിനിമയിലുള്ള ഈവൻ ഗോകുലാണെങ്കിലും സാറാണെങ്കിലും ഒക്കെ അതിന് നമ്മൾ ഒരു രീതിയിലും ഹിൻഡർ ചെയ്തിട്ടില്ല. ഒരു രീതിയിലും നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് പറ്റില്ല എന്ന് സംസാരിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ ഫോർച്ചുനേറ്റാണ്. ഇപ്പോൾ ഗോകുലിലേക്ക് വരികയാണെങ്കിൽ ഗോകുല് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ടു ഗോകുൽ പറയുന്നു എൻ്റെ ഒരു സിനിമ ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ ഗോകുലിൻ്റെ ഒരു ടാലൻറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഹ്യൂമറസ് സൈഡ് ഗോകുലിൻ്റെ വളരെ രസകരമായിട്ട് വളരെ ലൈറ്റ് ഹാർട്ടായിട്ട് ഭയങ്കര ഫ്ലംബോയൻ്റ് ആയിട്ട് ഗോകുൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോകുലിന് ഇങ്ങനെ ഒരു സൈഡുണ്ട് അല്ലെ? ഗോകുലിനെ നേരത്തെ കാസ്റ്റ് ചെയ്യുന്ന കൂടുതലും സീരിയസ് റോൾസിൽ അല്ലെങ്കിൽ ഒരു റെബൽ ആയിട്ടുള്ള റോളുകളിലൊക്കെയാണ്. ഗോകുലിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടെന്ന് എപ്പോഴാണ് ഡിസ്കവർ ചെയ്യുന്നതും എങ്ങനെയാണ് ഗോകുലിൽ ഇതിലേക്ക് എത്തുന്നത്? സായനവാർത്തകൾ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ അജുവിനോ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഗോകുലിലൂടെയാണ്. അപ്പം ഈ ഇരിക്കുന്ന സമയത്ത് ഗോകുല് അനുകരിക്കാത്ത ആൾക്കാരില്ല. സുരേഷ് ഗോപി സാറിനെ അനുകരിക്കും, അതെല്ലാവരും പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അവന് പുറത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അവന് ഇഷ്ടമല്ല. പക്ഷേ അല്ലാതെ ഭയങ്കര രസമായിട്ടുള്ള സാറിൻ്റെ സൈഡ് എല്ലാവരും അനുകരിക്കും. അത് ഭയങ്കര കോമഡി ആയിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പം ഈ സൈഡും എഗെയിൻ ഞാനിങ്ങനെ അകത്തിരുന്ന് തലക്കുന്നത് ഇതൊന്നും ആരും അറിയുന്നില്ല. ഇത് അറിഞ്ഞാലേ ആൾക്കാർക്ക്
മനസ്സിലാവുള്ളൂ, ഫിലിം മേക്കേഴ്സിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. സോ ഇത് അലന് വേണ്ടി ടൈലർ മെയ്ഡ് ആയിരുന്നു, ഐ മീൻ ഗോകുലിന് വേണ്ടി ടൈലർ മെയ്ഡ് ആയിരുന്നു അലൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അവനത് ചെയ്യുന്ന സമയത്തും എന്നോട് ചോദിക്കുകയെന്ന് ചേട്ടാ ഇത് ഇച്ചിരി ഓവർ ആകുമോ ഞാനിങ്ങനെ എന്നുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം എനിക്കും അതൊരു പോയിന്റ് ഓഫ് ഡൗട്ട് തന്നെ ഉണ്ടായിരുന്നു. ബിക്കോസ് അതിൽ ഏറ്റവും ലൗഡായിട്ടുള്ള ഭയങ്കരമായിട്ടും ബോഡിയൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ഹ്യൂമറൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അതിനകത്ത്. പക്ഷേ അങ്ങനെ ഒരു ക്യാരക്ടറിനെ അവൻ പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു സെർട്ടൺ കൈൻഡ് ഓഫ് ഒപ്റ്റിമിസം ഉണ്ടാവും, അത് കൃത്യമായിട്ട് വൃത്തിയിൽ വരുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു മ്യൂച്വൽ ഒരു കോൺഫിഡൻസിലാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാലും തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഈവൻ ബാക്കിയുള്ള ആർക്കും അത്ര വിശ്വാസം ഇല്ലായിരുന്നു ഗോകുൽ അത് പൊക്കിക്കൊണ്ട് വരുമെന്നുള്ളത്. ഇനിഷ്യൽ ഡേയ്സിൽ ഇത്തിരി ഓവറാന്നുള്ള രീതിയിൽ നിന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നോട് ചെയ്യലുമെന്ന് പറയായിരുന്നു, ഇത്തിരി ഓവറല്ലേ കുറച്ച് കുറപ്പിച്ചുകൂടെ. പക്ഷെ എന്നാലും ഗോകുൽ അത് ചെയ്യുന്നതിന് ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, കാരണം ഒരു ഇന്നസെൻസും ഒരു ക്യൂട്ട്നെസ്സും എല്ലാം അതിനകത്തുണ്ട്. മിന്നൽ പ്രതാപൻ സുരേഷ് ഗോപി ചെയ്തപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഹ്യൂമറസ് സൈഡ് വരികയാണ്. ഇപ്പം പടം ഇറങ്ങി ഇന്നിപ്പം അലൻ ഈസ് ലിറ്ററലി മീ എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകളുണ്ട്. അലൻ ലിറ്ററലി അലൻ ലവ്സ് ക്ലാസിക് സിനിമാസ്, അലൻ ഓൾസോ ലവ്സ് എ ഗേൾ ഹു ഈസ് ഔട്ട് ഓഫ് ഹിസ് ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അലൻ ഈസ് ലിറ്ററലി മീ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സാധനമുണ്ട്. സോ എനിക്ക് തോന്നുന്നു അത് അവൻ ചെയ്ത് ഫലിപ്പിച്ചതിൻ്റെ ഒരു സാധനം കൂടിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഒരു പോയിന്റ് ഓഫ് ടൈമിലും എല്ലാ ഫേസിലും സിനിമയ്ക്കകത്ത് അങ്ങനത്തെ പുതിയ ഒരാൾ വരും, മറ്റേ നമ്മുടെ ആ കാലത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനും അവർക്ക് റിലേറ്റബിൾ ആവുന്ന ഒരാൾ വരും തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാലത്ത് ചിലപ്പോൾ മേ ബി അലൻ അങ്ങനെ ഒരു ആളായി മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് അവൻ അത് പ്ലേ ചെയ്യാൻ പറ്റുന്നതിന് വേറൊരു റീസൺ ഈ ഒരു പോപ്പുലർ കൾച്ചർ നോളജും കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അനിമെ, മാർവൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുമ്പോൾ പണ്ട് അവൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് മറ്റേ മാർവലിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാൻ വേണ്ടി ട്രിവാണ്ടത്തിരിക്കുമ്പോൾ എല്ലാവരും പോകുമ്പം ഇവനെന്താ പോകുന്നില്ല വീട്ടിൽ നിന്ന് എല്ലാവരും നോക്കിയിട്ട് പോകുന്ന. പിന്നെ അവൻ കണ്ടിട്ടുണ്ട് പതുക്കെ ആൾക്കാർ പോസ്റ്റ് ക്രെഡിറ്റ് കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മളോട് ഭയങ്കര കാഷ്വലായിട്ട്, അവൻ ഭയങ്കര വലിയ കാര്യം എന്നുള്ള രീതിയിലൊന്നും പറയുന്നതല്ല, അവൻ നമ്മളോട് ഇങ്ങനെ ട്രിവിയേഴ്സ് സംസാരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാം എന്തുമാത്രം ഉണ്ട്. അതുപോലെ ടെക്നോളജി നന്നായിട്ട് അറിയാം. എനിക്ക് എന്തെങ്കിലും ടെക്നോളജിക്കലി ഒരു സാധനം പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ടും അതിനെപ്പറ്റി അറിയാനും. അപ്പോൾ ഞാൻ കൂടുതലും സാർ എന്നെ സെറ്റിൽ എപ്പോഴും കളിയാക്കും, ഈ മനസ്സിലാവാത്ത മറ്റേ ടെക്നിക്കൽ സാധനം പറഞ്ഞിട്ട് നമ്മളെ മറ്റേ പറ്റിക്കും ഇവന്നൊക്കെ എപ്പോഴും പറയും, സാർ കളിയാക്കും. പക്ഷെ അത് പറയുമ്പോൾ എന്നെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇല്ല മാമ അത് കറക്റ്റാണ് സൈഡിൽ നിന്ന് പറയുന്നത് ഗോകുൽ തന്നെയായിരുന്നു. പിന്നെ ഗോകുൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു സാർ ഭയങ്കരമായിട്ട് വായഞ്ഞു. അപ്പോൾ സാർ ഇനിഷ്യൽ ഡേയ്സിൽ സാർ ഒരു സ്റ്റിഫായിരുന്നു. ഗോകുൽ വന്നു കഴിയുമ്പോൾ ശരിക്കും പേരപ്പനും മറ്റേ ഇതുമായി ഇവർ രണ്ടുപേരും കൊച്ചിലോട്ട് അറിയാമല്ലോ. അപ്പം ഗണേഷ് മാമ എന്ന് വിളിച്ച് ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ഐസൊക്കെ ബ്രേക്കായി സെറ്റ്. പിന്നെ ഒരു ഫുൾ ടൈം സാർ മറ്റേ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടിരുന്നു, കഴിച്ചതൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഓഫ് സ്ക്രീനിൽ ഒരു ഇങ്ങനെ തന്നെ. പിന്നെ എനിക്ക് അധികം പറയേണ്ടി വന്നിട്ടില്ല, ഇനിഷ്യൽ ഡേയ്സിൻ്റെ ആ ഒരു ട്രാക്കിലോട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അജുവിലേക്ക് വരികയാണെങ്കിൽ അജു ഒരുപാട് പേരുടെ മെന്ററാണ്. ഇപ്പൊ ഒരുപാട് പേര് അജുവിനെ ഒരുപാട് താങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മിഥുൻ ഉൾപ്പെടെ ഒരുപാട് പേര് സിനിമയിലേക്ക് വന്നത് അജു കാരണമാണെന്ന് പറയുന്നത്. അപ്പൊ അജു ഒരു കോൺസ്റ്റന്റ് പ്രസൻസ് ആണ് ചന്തുവിന്റെ ലൈഫിൽ. അജു തന്നെയാണ് ഇതെന്ന് ആദ്യമേ തീരുമാനിച്ചു, അജുവിന് വേണ്ടി തന്നെ എഴുതിയ റോളാണോ? അജുവിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടായിരുന്നത്? ഈ സിനിമ എൻ്റെ എത്രയാണോ അത് അജു വർഗീസിൻ്റെ കൂടെയാണെന്ന് എനിക്കത് പറയാൻ ഇഷ്ടം. അത് ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലത്തെ ഇൻവോൾവ്മെൻ്റ് അല്ല, അതിൻ്റെ പുറകിൽ നിൽക്കുകയും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുകയും. ഞാൻ പറയേണ്ട ആവശ്യം എന്നറിയാം, നമുക്ക് ഒരുപാട് പേർക്ക് പുള്ളി എങ്ങനെയാണെന്ന് അറിയാം. അപ്പം ഇത് പറയുന്ന സമയത്ത് എനിക്കതിനകത്ത് കിളിബോയും കൂടെ കോട്ട് ചെയ്യേണ്ടി വരും. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആദ്യം ഹറോൾഡ് ആൻഡ് കുമാറിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മളൊക്കെ സംസാരിക്കുന്ന അമേരിക്കൻ പൈ പോലത്തെ മൂവീസൊക്കെ നമ്മൾ 90s കിഡ്സിന് ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആദ്യമായിട്ട് അജുവേട്ടൻ തന്നെ ചെയ്തിട്ടുള്ളൊരു മൂവി കിളിബോയ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ധൈര്യം വരുന്നത്. ഇൻ്റർനാഷണൽ ഫോർമാറ്റിലുള്ളൊരു ഫിലിം അത് ഇവിടെ മലയാളത്തിൽ മറ്റേ പ്രോപ്പറായിട്ട് നമ്മുടെ കൾച്ചറിൽ ബിലോങ് ചെയ്തുകൊണ്ടെന്ന് പറയാൻ പറ്റുമെന്നും പ്രൊട്ടോഗണിസ്റ്റുകൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് തോന്നിപ്പിക്കാനും പറ്റുന്ന കിളിബോയ് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വിവേകിനോടാണെങ്കിലും വിനയോടാണെങ്കിലും എനിക്കൊരു ഫോർവർ താങ്ക്ഫുൾ ആണ്. അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റിയത് അതുകൊണ്ടാണ്. അപ്പം ആ സമയം തൊട്ടിട്ട് അജുവേട്ടനും ഈ ഒരു പ്രോസൽ പാട്ടാണ് ഞാൻ നിങ്ങളുടെ സെറ്റിലുണ്ടായിരുന്നു. ഞാനീ തോന്നുന്നു എനിക്ക് കിളിബോയുടെ കുറച്ച് ദിവസം ഞാനും ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അജുവേട്ടൻ ഈ കമ്മിങ് ബാക്ക് ടു ഗഗനചാരി എനിക്ക് തോന്നുന്നു നമ്മൾ സാജൻ ബേക്കറിയുടെ ലോക്ക്ഡൗൺ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഞങ്ങൾ ലോക്കായിട്ട് നമുക്കിടെ വീടിൻ്റെ അടുത്തുള്ള ഷോൺ വില്ലയിൽ പോസ്റ്റായിട്ടിരിക്കുന്ന സമയത്താണ് ഗഗനചാരി ഞാൻ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങുന്നത്. അപ്പം ശിവയായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് തന്നെ എൻ്റെ സ്റ്റോറി ഞാൻ രാഹുൽ മേനനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം രാഹുൽ മേനൻ്റെ അടുക്കൽ ഞാൻ ഇതിൻ്റെ ഒരു കോമിക് വശവും ഇതിൻ്റെ ഒരു ഹാർഡറായിട്ടുള്ള നരഭോജിയുടെ ഭോജി എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലും ഉണ്ടായിരുന്നു ഇതിന്. അതൊരു കുറച്ചുകൂടെ ഹാർഡറായിട്ടുള്ള ക്വയറ്റ് പ്ലേസ് പോലത്തെ ഒരു ഡിസ്റ്റോപ്പിയൻ ഒരു ഹൊറർ ഏലിയൻ ഇൻവേഷൻ സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെ അജുവേട്ടനോട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ അജുവേട്ടൻ വേറെ റൂമിൽ ഞാൻ അവിടെ വേറെ റൂമിൽ നമ്മൾ അജുവേട്ടൻ്റെ ഫ്രീ ടൈമിൽ അജുവേട്ടൻ പുറത്ത് വരും, ഞങ്ങൾ സംസാരിക്കും, ഐഡിയാസൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോയിട്ട് ബോജി പിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബോജി കിട്ടും അജുവേട്ടൻ മറ്റേ ഡാർക്കായിട്ടാണ്, എല്ലാം തന്നെ പുറത്തിറങ്ങാൻ പേടിയാണ്, എനിക്ക് ഇതുകൂടെ ചെയ്യും, അതിലെ എനിക്ക് ഇന്ന് സമാധാനം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഈ സമയത്തൊക്കെയുള്ള എപ്പോഴോ എനിക്കത് കൃത്യമായിട്ട് ഏത് സമയം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഐ സ്റ്റിൽ റിമെമ്പർ ദിസ് വേർഡ്സ്.
എടാ നീ ഇങ്ങനെ ഈ പറഞ്ഞ ഡാർക്കൊന്നും ആലോചിക്കാതെ ചുമ്മാ എന്തെങ്കിലും എളുപ്പമുള്ള പരിപാടി ആലോചിക്കും. നമുക്ക് ഈ കിലുക്കുന്ന രേവ ചേച്ചിക്ക് പകരം ഒരു എലി വന്ന് അങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ആലോചിക്കാൻ പാടില്ലേ? സോ അത് ഞാൻ കുറച്ച് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും, പക്ഷേ അതാണ് ഒരു അൾട്ടിമേറ്റ് സീഡെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എങ്ങോട്ടാണ് പുള്ളി വഴിതിരിച്ച് വിടുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അങ്ങനെ പുള്ളിയുടെ, അതാ ഞാൻ പുള്ളിയുടെ സിനിമയാണെന്ന് ഞാൻ പറയാൻ കാര്യം. അങ്ങനെ അത് വഴിതിരിച്ച് വിട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ അത് ഫുൾ ഡെവലപ്പ് ചെയ്ത്, ഞാൻ പിന്നെ സായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഫുൾ ഡെവലപ്പ് ചെയ്ത് അച്ചോട്ട് പറയുന്ന സമയത്ത് ഇതിപ്പോൾ കൊള്ളാം എന്ന് പറയുന്നത് പുള്ളി തന്നെയാണ്. പിന്നെ പുള്ളിയോട് അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും പുള്ളി ഒരു ആക്ടർ അല്ല. ആക്ടറിനോട് നമ്മൾ കഥ പിച്ച് ചെയ്യുന്ന പോലെ അല്ലല്ലോ നമ്മൾ അജുവേട്ടനോട് കഥ പറയാറുള്ളത്. പുള്ളിയുടെ അഭിപ്രായം കേൾക്കാനൊക്കെയാണ് പറയാറ്. പുള്ളി സ്ക്രിപ്റ്റ് കേൾക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് മറ്റേ യക്ഷി ചുണ്ണാമ്പ് കണ്ട അവസ്ഥയാണ്. പിന്നെ പുള്ളി പിടിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ പിടിച്ച് പറയിപ്പിക്കണം. അങ്ങനെ പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഗണേശ് സാറിൻ്റെ അടുക്കലോട്ട് പെട്ടെന്ന് വിട്ടു. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ആക്ടർ പിച്ച് ചെയ്യുന്ന ഗണേശ് സാറാണെങ്കിലും അജുവേട്ടനാണ് ഈ കഥയുടെ പ്രോസസ്സിലൊക്കെ ഫുൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട്. ഞാൻ 2 കൊല്ലം മുമ്പ് ഈ സിനിമ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആദ്യം ആങ്ഷ്യസ് ആയിട്ട്, ഡയറക്ടറിനേക്കാളും മുമ്പ് ആങ്ഷ്യസ് ആയിട്ട് വിളിച്ചു ചോദിക്കുന്ന അജുവേട്ടൻ എങ്ങനെ ഉണ്ടാ, വർക്കായോ? അല്ല, അത് എല്ലാ പടവും എനിക്ക് തോന്നുന്നു വിവപ്രോ എടുക്കുന്ന ഒരു അഭിപ്രായം എടുത്തിട്ട് തന്നെ നമ്മളെ വിളിച്ചിങ്ങനെ ആദ്യം നമ്മുടെ സർക്കിളിൽ വന്നിട്ട് പാവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു അജുവേട്ടൻ തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചി സർക്കിളിലുള്ള ഇങ്ങനെ ഒരുപാട് പേർക്ക്, ഇപ്പം മിഥുൻ ചേട്ടനൊക്കെ ആയിക്കഴിഞ്ഞാലും മിഥുൻ ചേട്ടനോടൊക്കെ എനിക്ക് വളരെ ഏർലി ആയിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ആ സമയത്തോടാണെങ്കിലും അജുവേട്ടൻ അതിൻ്റെ ഇടയിലൊക്കെ ഒരു കോൺസ്റ്റന്റ് ഫാക്ടറാണ്. കൊച്ചിക്കാർക്കൊക്കെ മേ ബി ഒരു വലിയ ഒഴിച്ചുവിടാൻ പറ്റാത്ത സിനിമ ആണ് ഉള്ളി. ഇതിലെ ടൈറ്റിൽ റോൾ അനാർക്കലി ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. നമുക്ക് ഒരു ഏലിയൻ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇപ്പോൾ ലുക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ക്യാരക്ടറിൻ്റെ പോർട്രയൽ ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും അനാർക്കലിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അനാർക്കലിയുടെ ഒരു ഏലിയൻ അതിന് കഥാപാത്രം കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിനൊരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. നമ്മളൊരു നാടൻ രീതിയിൽ അതിനെ മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടില്ല. കാരണം ആ ഒരു റോളിന് ബേസിക്കലി ആ റോളിനും ഈ ഗേനച്ചറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രോപ്പിനും അല്ലെങ്കിൽ ഒരു ഏലിയൻ ട്രോപ്പിനും ഒരു വെസ്റ്റേൺ സ്വഭാവമുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ വിഷ്വലി പ്രസൻറ്റ് ചെയ്യാൻ പറ്റണമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ആനന്ദത്തിൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അനാർക്കലി ആയിരുന്നു. ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഐസ്, ഭയങ്കര രസമുള്ള ഒരു ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ഒരു സ്മൈലൊക്കെ നമ്മൾ അന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിയെ അതെ മേ ബി അവിടെ നിന്നൊക്കെ ആയിരിക്കും എൻ്റെ തലയിലൂടെ അത് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരിയെ നമ്മുടെ ഈ മെറാക്കി VFX വെച്ചിട്ടാണ് പുള്ളിക്കാരിയെ മീറ്റ് ചെയ്യുന്നത്. മീറ്റ് ചെയ്യുന്ന സമയത്ത് അഗൈൻ ഇത് പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ അത് പറയണം. ഞാൻ അന്നും പുള്ളിക്കാരിയോട് ഇത് പറഞ്ഞിരുന്നു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ. നമ്മൾ ഈ രാംഗോവർമ്മ എടുക്കൽ വിവേക് ഒബ്രോയും വീഡിയോ വലിച്ചുകൊണ്ട് ചെന്ന് നേരെ കാസ്റ്റ് ചെയ്യപ്പെട്ടു കമ്പനിയിലെന്ന് പറയുന്ന പോലെ പുള്ളിക്കാരി തമ്മനം പലരോടും ജംഗ്ഷനിൽ കൂടി ഇമ്പൾസ് ടൈറ്റ് വണ്ടി കിടക്കിടക്ക് ഓടിച്ച് നേരെ കൊണ്ട് നിർത്തി പുള്ളിക്കാരി ഹെൽമെറ്റ് ഊരി എൻ്റെ ഫ്രണ്ട് വരുന്നത്. ഞാനപ്പോൾ തന്നെ എൻ്റെ ഫ്ലാറ്റ് ഭയങ്കര ഒരു ടോംബോയിഷ് ഒരു ഇതിലായിരുന്നു പുള്ളിക്കാരിയുടെ നടപ്പും കാര്യങ്ങളൊക്കെ. കഥ കേട്ട് പുള്ളിക്കാരി ഇൻസ്റ്റൻ്റ്ലി ഇന്നായി. പക്ഷെ എനിക്ക് എൻ്റെ ഒരു നമുക്കെല്ലാം പ്രീ ജഡ്ജ്മെൻറ്റുകളുണ്ട് ആക്ടേഴ്സിനെ പറ്റിയിട്ട്. അത് മേ ബി നമ്മളുടെ ഈ സിനിമയുടെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് പേര് കണ്ട് നമ്മൾ അതിൽ നിന്ന് വന്നിട്ട് അനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. ആൻഡ് ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ഇറ്റ്. കാരണം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി ഒരുപാട് നമ്മൾ പല കാര്യങ്ങൾക്കും കൺവിൻസ് ചെയ്യേണ്ടി വരും. കാരണം അത് കുറച്ച് ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആക്ഷനിലാണെങ്കിലും ഭയങ്കരമായിട്ടും നമ്മൾ കുറച്ച് നേരം ഉള്ളതിനകത്ത് ആക്ഷൻ, പക്ഷേ അതിനകത്ത് പുള്ളിക്കാരി നമ്മൾ 8-10 നിലയുടെ മുകളിൽ നിന്നൊക്കെ കെട്ടിത്തൂക്കി അരമണിക്കൂർ അവിടെ നിന്ന് പുള്ളിക്കാരി ബ്രെഡൊക്കെ തിന്നൊക്കെ ഉണ്ട് അതിനകത്ത്. ഐ മീൻ ആ രീതിയിൽ പുള്ളിക്കാരി താഴെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇനി നമുക്കൊരു കുറേ കൺവിൻസ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കുമായിരിക്കും. കാരണം നമുക്ക് ടൈമിൻ്റെയും മണിയുടെയൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിച്ചതും എൻ്റെ ലൈഫിൽ ഞാൻ റിലീസ് ചെയ്യുന്നതിന് തലേദിവസം പുള്ളിക്കാരിക്കും മാത്രം ഞാൻ അങ്ങനെ ഹാർട്ട്ഫുള്ളായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളൂ. അത് അയച്ചത് പുള്ളിക്കാരിയെ ക്രെയിനിൽ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ മൈക്കിൽ കൂടെ പൊട്ടിച്ചിരിക്കുന്ന ഒരു വിഷ്വലുണ്ട് എൻ്റെ കിടക്കുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരി അയച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഞാനൊരു ഈ ചിരി കേൾക്കുമ്പോൾ ഞാനൊരു മ്ലേച്ചറാണെന്ന് തോന്നാം, പക്ഷെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നത് തന്നെ കെട്ടി തൂക്കുന്നതുകൊണ്ടിട്ടാണ്. തന്നല്ലാതെ വേറെ ആരെങ്കിലും ആണെങ്കിലും എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ആവശ്യമുള്ള കൂടുതൽ പൊക്കുക, കെട്ടി തൂക്കുക, കയറ്റുക. ആ രീതിയിൽ നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ്സിലൊക്കെ ബിലോങ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തിട്ടൊരു ടെക്നീഷ്യനിൽ നിന്നും ഇവോൾവ് ചെയ്തൊരു ഫിലിം മേക്കർ ആകുന്ന ആൾക്കാരുടെ വിഷമവും അവരുടെ സ്ട്രഗിളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അത്രയും വലിയ കോംപ്ലിമെൻറ്റ് എനിക്ക് വേറൊരു ആർട്ടിസ്റ്റും കൊടുക്കാനില്ല. ദ ബിഗ്ഗസ്റ്റ് കോംപ്ലിമെൻറ്റ് അനാർക്കലി കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോഴും ഈ നിമിഷത്തിലാണെന്നുണ്ടെങ്കിലും ഒരു കോളിനപ്പുറത്ത് ഇൻ്റർവ്യൂവിലൊക്കെ ചാടിപ്പറന്ന് ജമ്പനായിട്ട് വന്നിട്ടിരിക്കുന്ന ആളാണ്. അതേപോലെ ഇതിൻ്റെ ട്രെയിലർ ആദ്യം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ലീക്കായിട്ടാണ് പിന്നീട് നിങ്ങൾ ഒരു സേഫ്റ്റി മെഷർ പോലെ അപ്പം തന്നെ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് ട്രെയിലർ റിലീസ് ചെയ്യേണ്ടി വന്നു. അതേപോലെ നിങ്ങൾ അതിന് ശേഷം ഇതെങ്ങനെയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെയുള്ളൊരു അൺസർട്ടനിറ്റി ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് എന്തായിരുന്നു ഒരു ഫീലിംഗ്?
സോ ഇത് ഒരു ഞായറാഴ്ച ഞാൻ വീട്ടിലിരുന്നിട്ട് പുട്ടും കടലയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഈ രാഹുൽ മേനോനെ വിളിച്ചിട്ട് പറയുന്നത്, എടാ ട്രെയിലർ. പക്ഷേ എന്തോ ഇപ്പം ഇവനാണ് ഈ ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്, ഈ ഫെസ്റ്റിവൽസൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ ഇവൻ അതുപോലെ തന്നെ റെഡിറ്റ് കിടന്നുറങ്ങുന്നു ഉണ്ടെങ്കിലും മനുഷ്യനാണ്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു ട്രെയിലർ ലീക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് കേട്ട സമയം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കൈ ഉള്ളങ്കയൊക്കെ വേർത്ത് ഞാൻ എങ്ങനെയൊക്കെയോ മാക്ക് തുറന്ന് ഞാൻ നോക്കുമ്പം ട്രെയിലർ അവിടെയുണ്ട്. അപ്പോൾ ആ ആടുജീവിതത്തിൻ്റെ ട്രെയിലർ ലീക്കായിട്ട് അതുമായിട്ട് എന്തോ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് ഇട്ടിരുന്നത് ഈ ഇട്ട മനുഷ്യൻ. ഇത് കണ്ട വഴിക്ക് നമ്മുടെ കിളി പോയി. അപ്പം ഇനി ബ്രോയ്ക്ക് അറിയാമായിരിക്കില്ല, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം റിലീസ് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് കോൾ ഇടുന്നുണ്ടല്ലോ സബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും ടീം മൊത്തം അലർട്ടഡായി. ഞാൻ വിളിച്ച് ഫുൾ ടീമിനോട് പറഞ്ഞു ടീമൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലായിട്ട് അന്ന് വൈകിട്ടോ പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ എന്നുവെച്ചാൽ രാവിലെ 11 മണിക്ക് ട്രെയിലർ ലീക്കായി, വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾക്ക് ട്രെയിലർ കണ്ടു വന്നു. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ ഇട്ടിരുന്നത് റെഡിറ്റിന് ഒരു ചുമ്മാ ഒരു ഹോമേജ് കൊടുത്തുകൊണ്ട് തന്നെ ഇട്ടത്. ഹോമേജ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ആ സമയത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ അത് അതിൻ്റെ ഒരു റിലീസിൻ്റെ അൺസർട്ടനിറ്റി ഒന്നും അറിയാതെ നമ്മൾ ഫെസ്റ്റിവൽസിൽ സർക്യൂട്ടിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പം അജ്മൽ സാബ് കട്ട് ചെയ്തിട്ടുള്ള വളരെ രസമുള്ള ഫസ്റ്റ് ട്രെയിലറായിരുന്നു. അപ്പോൾ അത് ഗ്രാൻഡായിട്ട് ലോഞ്ച് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിലിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അജ്മൽ പ്രേമലുവിൻ്റെ ക്യാമറമാൻ ആണ്. അപ്പം പക്ഷെ അവൻ ഭയങ്കര എഡിറ്ററുമാണ്, കട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് പുള്ളി ഈ പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ട്രെയിലർ കട്ട് വരുന്നത്. അപ്പോൾ അവന് ട്രെയിലർ നന്നായിട്ട് ലോഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അക്കടി പറ്റുന്നത്. അപ്പം അന്നുമായിട്ട് തന്നെ ട്രെയിലർ റിലീസ് ചെയ്തു. ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണാന്തേട്ടൻ ഈ മൂവി കാണുന്നതും പുള്ളി ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നതൊക്കെ. അപ്പം ഇപ്പോൾ എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിലർ റിലീസ് ചെയ്ത മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിലെ കുബേർപുഞ്ചി, എൻ്റെ ജീവിതത്തിലെ ജൂനിയർ മൺട്രേക്ക് പറയാം. പുള്ളി എന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല എൻ്റെ ഔട്ട്കം എന്ന് വിചാരിക്കുന്നു. അപ്പം അത് കൂടാതെ തന്നെ എനിക്ക് എൻ്റെ ആർമം റെഡിറ്റ് മലയാളം ഫാമിലി ഞാനും ഉണ്ട് ഇതിനകത്ത്. ഒരു ആരും അറിയാതെ ഒരു വേറെ യൂസർ നെയിം ഞാനും നമ്മളെല്ലാവരും ഉണ്ടെന്ന് അറിയാം. എന്നാലും എനിക്ക് ആ റെഡിറ്റ് ഫാമിലിയോട് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. കാരണം ഗഗനചാരിയെ പറ്റി ഇത്രയും വോക്കലായിട്ടൊരു കമ്മ്യൂണിറ്റി വേറെ ഇല്ലായിരുന്നു. അവരെപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു റിലീസ് വൈകുന്ന സമയത്ത്. ആദ്യത്തെ ടോണൊക്കെ ഭീഷണിയൊക്കെ ഇരിക്കുകയായിരുന്നു, ഇത് ഇറങ്ങുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്നാലും അത് കാണുമ്പോൾ നമുക്ക് ഓരോ സ്ക്രീൻഷോട്ട് ഞാൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എത്തിക്കാറുണ്ടായിരുന്നു, ഇങ്ങനൊരു ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഓഡിയൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സിഗ്നൽ, ഒരു ബാക്ക് സിഗ്നൽ ആയിരുന്നു എനിക്ക് റെഡിറ്റിലെ അങ്ങനത്തെ ഓരോ പോസ്റ്റുകളും. സോ ഫോർ അവർ കടപ്പാട് ടു റെഡിറ്റിൻ്റെ കമ്മ്യൂണിറ്റിയോട്. അവിടെ ഇപ്പോഴും ആക്റ്റീവായിട്ട് സംസാരം നടക്കുന്നുണ്ട്. സിനിമയെ പറ്റി ക്രിട്ടിക്കലായിട്ടും വരാറുണ്ട്, നല്ലതും വരാറുണ്ട്, ഒക്കെ വരാറുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ ഒരു സ്പേസ്, അതും റെഡിറ്റ് പോലത്തെ സ്പേസിൽ എനിക്കൊന്നും ഞാൻ വളരെ ഏർലി ആയിട്ട് വിവേകനറിയാം, നമുക്ക് പണ്ടോട്ട് സംസാരിക്കുന്ന ഒരു സ്പേസാണ്. പക്ഷേ അവിടെ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി വേറെ, അവിടെ പേരുകളില്ല, മേ ബി ഐഡൻറ്റിറ്റികളില്ല, അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊമോഷൻ ഇല്ല, അവിടെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ പേരിലൊരു ഫെയിമോ ഒന്നുമില്ല. ബട്ട് ഒരു നോബൽ കോസിന് വേണ്ടി, സിനിമയുള്ള പാഷന് വേണ്ടി മാത്രം ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്. അടിപൊളിയാണ് അവർ, ഒന്നും പറയാനില്ല. ഇപ്പോൾ കൃഷാന്ത് വന്നപ്പോൾ, കൃഷാന്ത് നമുക്കറിയാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലും അപ്രോച്ചും ഏകദേശം ഈ ഒരു ടൈപ്പ് ഓഫ് സിനിമകളിലേക്കൊക്കെ കുറച്ചുകൂടെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളുമാണ്. ഇപ്പോൾ കൃഷാന്ത് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായ അഡ്വാൻറ്റേജസും, കൃഷാന്ത് വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഒരു മാറ്റങ്ങൾ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു അതിനുശേഷം നിങ്ങൾ 2 പ്രിവ്യൂ ഷോ നടത്തി, അതിനുശേഷമാണ് തീരുമാനിച്ചത് തിയേറ്ററിൽ ഇറക്കാം, ഇതിന് ഓഡിയൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. കൃഷ്ണദേട്ടൻ ശരിക്കും പറഞ്ഞാൽ ആവാസ് വ്യൂഹം കാണുന്ന സമയത്ത് ഈ കിളിപോയൊക്കെ കാണുന്നത് പറഞ്ഞ പോലത്തെ ഒരു ഫീലായിരുന്നു നമുക്ക്. ഇതൊരാൾ തുറന്ന് പരിപാടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇപ്പം ഇനി ഇതുവഴി പോകാൻ പറ്റും എന്നൊക്കെയുള്ളൊരു തോന്നൽ. അപ്പം ആവാസ് വ്യൂഹം ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ്, ഞങ്ങളുടെ സെക്കൻഡ് സ്കില്ലോട് തുടങ്ങുന്ന പോയിന്റിലാണ് ആവാസ് വ്യൂഹം ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഷൂട്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പം തന്നെ നമുക്ക് വലിയ ആശ്വാസമാണ്, ഓക്കെ ഒരാളത് തുടങ്ങി വെച്ചു. അപ്പം ഗണേശ് സാറൊക്കെ ആ സമയത്ത് ആവാസ് വ്യൂഹം കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ തമ്മിൽ അത് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഗണേശ് സാറൊക്കെ തമ്മിൽ. കൃഷ്ണദേട്ടനിലേക്ക് വന്നു കഴിയുമ്പോൾ അതും എഗെയിൻ നമ്മുടെ എല്ലാം അജുവേട്ടൻ കാരണമാണ് കൃഷ്ണദേട്ടൻ വരുന്നത്. കൃഷ്ണദേട്ടൻ വന്ന് പടം കണ്ടു, പുള്ളിനകത്ത് പറഞ്ഞു നമുക്കൊന്ന് കുറച്ചുകൂടെ കോസീവ് ആക്കാനുണ്ട്, നമുക്ക് കൊമേഴ്ഷ്യലി പാക്ക് ചെയ്ത് നമുക്ക് തിയേറ്ററിൽ ഇറക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഞാനും ശങ്കറും കൃഷ്ണദേട്ടനൊക്കെ മ്യൂസിക്കിലൊക്കെ ഇരുന്നു. നമ്മുടെ ഈ ട്രഡീഷണൽ പരിപാടിയൊക്കെ ഇന്ന് ഫുൾ മാറ്റി വെച്ചു. അഗൈൻ ഞങ്ങളുടെയൊക്കെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആ ഒരു ഫെസ്റ്റിവൽ കട്ടാണെങ്കിലും കൊമേഴ്ഷ്യലി ഒന്ന് പാക്ക് ചെയ്ത്, ഞാൻ പറയാറുണ്ട് ഒരു യൂണിവേഴ്സിറ്റി പോയ ഫീലാണ് കൃഷ്ണദേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വളരെ മാത്തമാറ്റിക്കലി, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ വൺ ഓഫ് ദ ഇത്രയും വിഷണറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും നമുക്ക് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഇയാളെ പരിചയപ്പെട്ടതിൽ ഇത്രയും വലിയ ഭാഗ്യം നമുക്ക് ഇല്ലെന്നുള്ളത് സൈലൻ്റ് അഡ്മിറേഷൻ എപ്പോഴും തോന്നുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പുള്ളി ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ കേട്ടിരിക്കാറുണ്ട്. ഒന്നും പറയാനില്ല, കിടിലൻ മനുഷ്യൻ, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അത്ര പൊളി മനുഷ്യൻ, അന്യായ ജീനിയസ്. അപ്പോൾ പുള്ളിയോട് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പുള്ളി ഇതിൻ്റെ ഇടയിലൊക്കെ പല പരിപാടികളിലായിരുന്നു. എൻ്റെ പരിപാടി തുടങ്ങിയ സമയത്ത് തന്നെ പുള്ളിയുടെ സോണിയുടെ വെബ് സീരീസ് തുടങ്ങി, അതെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെയാണ് നമ്മളിവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. പക്ഷേ ഇരുന്ന സെഷൻസൊക്കെ എനിക്കും ശങ്കറിനും ഒക്കെ ഭയങ്കര ലേണിംഗ് ആയിരുന്നു. എനിക്ക് എങ്ങനെയാണ് ഒരു BGM സിനിമയുടെ പേസിനനുസരിച്ച് കൊണ്ടുവരേണ്ടതെന്നൊക്കെയുള്ള മാത്തമാറ്റിക്കലി ഒക്കെ പുള്ളി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ അംഗനവാടി പോയി പയ്യനെ പോലെ നമ്മുടെ അടുത്ത് കേൾക്കുന്ന കോളേജ് പ്രൊഫസർ എന്ന് പറയുന്ന പോലെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ലാസ്റ്റിൽ ഇനി അഗൈൻ ഇതിൻ്റെ ഒരു OTT ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പുള്ളി ഇൻവോൾവാണ് ഭയങ്കരമായിട്ട്. പുള്ളിയുടെ ഒരു ലീഗിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇത് എൻഡോഴ്സ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു മുഖസ്തുതിയായിട്ടൊക്കെ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ തോന്നും, എന്നാലും അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. നമ്മളെ ഒരു പ്രത്യേകിച്ച് ഒരു 2 സിനിമ സക്സസ് ആയി നിൽക്കാത്ത ഒരു പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാത്തൊരു ഡയറക്ടറിനെ എന്തിന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമേ ഉള്ളൂ അവിടെ വരുന്നത്. അത് പ്രത്യേകിച്ച് എൻ്റെ അടുക്കുന്ന ഞങ്ങൾ യാതൊരു ഗെയിനും ഇല്ല, എനിക്ക് പുള്ളിക്ക് അങ്ങനെ തിരിച്ചു കൊടുക്കാനും ഇല്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഈ പടം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനൊരു ഭാവി ഉണ്ടെന്നൊക്കെയുള്ളത് തിരിച്ചറിഞ്ഞ് അതിനൊക്കെ പേര് വെക്കാനും ഒരു ലോഗോ ഒക്കെ വെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ മനസ്സാണ്. സോ ആ ഒരു കാര്യത്തിന് ഇങ്ങനത്തെ കുറേ ആൾക്കാർ വന്ന് നമ്മളെ ഈ സിനിമയുടെ മെറിറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു കൂടെ വന്ന് നിന്നിട്ടുണ്ട്. വലിയ കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ താങ്ക്സ് കാർഡിൽ ഞാൻ നോക്കിയപ്പോൾ മിഡ് ജേർണിക്ക് താങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ AI താങ്ക്സ് കൊടുക്കുന്ന ആദ്യത്തെ സിനിമയിലും ആയിരിക്കും. ഞാൻ എൻ്റെ അറിവിൽ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. AI എത്രത്തോളം ഇപ്പോൾ AIനെയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളാണ്, പഠിക്കുന്ന ആളാണ് ചന്തു എന്നറിയാം. ഇപ്പോൾ AI എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, AIയുടെ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് AI നമ്മുടെ സിനിമയെ ഫ്യൂച്ചറിൽ ഷേപ്പ് ചെയ്യാൻ പോകുന്നതെന്നാണ് ചന്തുവിന് തോന്നുന്നത്? ഇത്രയും സ്റ്റഡി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, ഞാൻ സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനെപ്പറ്റി ആധികാരികമായി എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. എഗെയിൻ പ്രേക്ഷകരോട് തള്ളല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നെ തുടർന്ന് തോന്നുന്നു. കാരണം ഞാൻ പല AI പ്ലാറ്റ്ഫോമിലും എനിക്ക് ഏർലി ആക്സസ് ഉണ്ട്. ഞാനൊരു ഡെവലപ്പർ പോലെ അതിൻ്റെ സൈഡ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടർ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ വളരെ ഏർലി ആയിട്ട് തന്നെ നമ്മുടെ കളിക്കുക മറ്റേ പന്ത്രണ്ടിനകത്ത് വിഷട്ടിന് മറ്റേ മാല പൊട്ടിക്കാൻ മറ്റേ ഡ്രോയിഡൊക്കെ ആയിട്ട് ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ നമ്മൾ വണ്ടർ സ്റ്റുഡിയോയിൽ ഏർലി ആക്സസ് ഇട്ടപ്പം ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് AI എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് ഒരു കാലത്ത് നമുക്ക് പ്രീ വിഷ്വലൈസ് ചെയ്യാൻ പോലും നമുക്ക് വേറൊരു ആർട്ടിസ്റ്റിൻ്റെയും ഒരാൾക്കാരുടെയൊക്കെ സഹായം വേണമെന്നിരിക്കെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും കൂടി നമുക്ക് വളരെ നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഒരു സൂപ്പർ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ പേപ്പറിൽ നിന്ന് വിഷ്വലിലേക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം എന്നറിയാത്ത ആർട്ടിസ്റ്റുകളെയും അങ്ങനെ ബഡ്ഡിങ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും. അപ്പോൾ എനിക്ക് കാണുന്ന ബഡ്ഡിങ് ഫിലിം മേക്കേഴ്സിന് പറയാനുള്ളത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ഒരു പ്രോ ആവാൻ നോക്കുക. നമ്മൾ ഒരുപാട് രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. വിഷ്വലി മാത്രമായിരിക്കത്തില്ല, ചിലപ്പം എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഇപ്പം നോളനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മളന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നോളനെ ബേസിക്കലി നമ്മളൊരു സ്ക്രിപ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിജയ സാധ്യതകൾ സംസാരിക്കുന്ന, അതിൽ നിന്ന് ക്യാരക്ടർ ഏത് രീതിയിലാണ് അതിനകത്ത് പ്രോഗ്രഷൻ വേണ്ടോ, ക്യാരക്ടർ ഏത് സൈഡിലുള്ള വീക്ക് സൈഡുള്ളത് ഇവിടെ നന്നാക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഇൻസൈറ്റ് തിരിച്ചു തരുന്ന നമ്മൾക്ക് അതിനകത്തൊരു ചാറ്റ് റൂമും ഉണ്ട്. നമുക്ക് AIയോട് ചാറ്റ് ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന റൂമൊക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു AIയുടെ ഒരു 0.1 ഒരു ബേബി സ്റ്റേജിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഏറ്റവും സൈഡിൽ നിന്നിട്ടാണ് ഒരു ഗ്രെയിൻ ഓഫ് സാൻഡ് ആണ് ഇതിനകത്ത് നമ്മളുള്ളത്. അപ്പം അതിൻ്റെ ഒരു 50 വർഷത്തേക്കൊന്നും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനും പറ്റത്തില്ല. 50 വർഷത്തേക്ക് മുമ്പോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് സ്കൈനെറ്റ് പോലത്തെ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ എന്നാലും ക്രിയേറ്റീവ് ടൂൾ എന്നുള്ള രീതിയിൽ ഇനി വരാൻ പോകുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിരിക്കും AI എന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഭയങ്കരമായിട്ട് നടക്കും. അതായത് ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു യൂസബിൾ അല്ലാത്തൊരു ഓഡിയോയെ ഒരു നടൻ അവൈലബിൾ അല്ലാത്തപ്പം ഞാനതിനെ എൻ്റെ സൗണ്ടിൽ തന്നെ ഞാൻ ഡബ് ചെയ്തിട്ട് അതിനെ AI കൊണ്ട് ആ നടൻ്റെ സൗണ്ട് ട്രെയിൻ ചെയ്തിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പോസിബിളാണ്. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹോളിവുഡിലുണ്ടായിരുന്ന AIയുടെ ഈ സമരം ബേസിക്കലി അവരുടെ റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്കയുടെ ഒക്കെ സമരം ഇത് ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് അവർക്ക് റോയൽറ്റി വേണം, ആർട്ടിസ്റ്റിന് റോയൽറ്റി വേണം എന്നൊക്കെയുള്ള സാധനമാണ്. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന പേടിഎമ്മിൽ മമ്മൂക്ക താങ്ക് യു ഒക്കെ പറയുന്നതിനൊക്കെ ഉൾപ്പെടെ രീതിയിൽ AI ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് വിപ്ലവകരമായ മാറ്റം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് മുതൽ എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പം സിനിമയിൽ എനിക്ക് തോന്നുന്നു ക്രിയേറ്റീവ് പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യാനും നമ്മൾ സ്റ്റോറി ബോർഡിനൊക്കെ വേണ്ടിയിട്ട് പണ്ട് കുത്തിക്കിടന്ന് കുറേ കാശൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ഒരു ഫ്രെയിമൊക്കെ വരച്ചു വരുന്ന സാധനമൊക്കെ ഇൻസ്റ്റൻ്റ്ലി പ്രോംപ്റ്റിക്കൊണ്ട് നടക്കും. അപ്പം മേക്ക് യൂസ് ഓഫ് ഇറ്റ്. പിച്ച് ചെയ്യാനൊക്കെ പ്രൊഡ്യൂസർ ഇടയ്ക്കൊക്കെ ചുമ്മാ സ്വാഗിൽ പോയി പിച്ച് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാൻ വരുന്ന പരിപാടീസ് ഇപ്പോൾ ഉണ്ട്. ഈ സിനിമയുടെ ഒരു നട്ടെല്ലെന്ന് വേണമെങ്കിൽ ഒരു സൈഡിൽ കൂടെ പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ VFX ആണ്. നമുക്ക് ഒട്ടും ഒരു എടുത്തു നിൽക്കാത്ത വളരെ റിയലായിട്ട് തോന്നുന്ന ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ളൊരു VFX ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഏതാ VFX ഏതാ പ്രാക്ടിക്കൽ എഫക്ട്സ് എന്ന് മനസ്സിലാവുന്നില്ല കുറേ ഭാഗങ്ങളിൽ തന്നെ. എന്നാലും VFX ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ VFXനെ എത്ര അധികം വളരെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഒരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ മെറാക്കിയാണ് ചെയ്തതെന്ന് പറയുന്നത്, എങ്ങനെയായിരുന്നു അവരുമായിട്ടുള്ളൊരു വർക്കിംഗ് പ്രോസസ്സ്? മെറാക്കിയിലെ വിനീഷ് നവലൻ ആനന്ദിനെയൊക്കെ എനിക്ക് കുറേ വർഷമായിട്ട് അറിയാവുന്നതാണ്. ഈവൻ 10-12 വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം അവർ നമുക്കൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള
എനിക്ക് എന്തും പോയി സംസാരിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റുകളും കൂടിയാണ് അവർ. അപ്പം ഗഗനചാരിയുടെ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിതിൻ്റെ റിസോഴ്സസ് ഉണ്ടാക്കി തുടങ്ങി. നമ്മൾ വെള്ളം പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രെയിലറിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന മറ്റേ ട്രൈപോഡിൽ ഉള്ള വീട് പോലത്തെ സാധനങ്ങൾ നമ്മൾ ട്രൈ ഹോംസ് എന്നാണ് പേരിട്ടേക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു റിസോഴ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതൊരു ഗഗനചാരി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു എക്സ്പാൻഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പാൻഷനിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള കുറേ റിസോഴ്സൊക്കെ ഓൾറെഡി അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു മേജറായിട്ടൊരു സിനിമാറ്റിക് യൂണിവേഴ്സിന് വേണ്ടിയിട്ട് ഒരു കുറച്ചുകൂടെ ഇനേബിൾ ചെയ്തിട്ടുള്ളൊരു സി ജി ഐ വർക്കായിരുന്നു, സി ജി ഐ പ്രോജക്റ്റ് ആയിരുന്നു അത്. ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ആക്ച്വലി ഇതിൻ്റെ CG ചെയ്തേക്കുന്നത്. ഒരു വേൾഡിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി കുറേ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് എലമെൻസുകളെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈവൻ എല്ലാവരും പറയുന്നുണ്ട് 4:3 ആക്കിയത് CG കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. പക്ഷേ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അതിനകത്ത്. ആക്ച്വലി നമ്മൾ 4:3 ആയ സമയത്ത് കുറേ CG വേണ്ടാതെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് എലമെൻസുകളും റിസോഴ്സും ഒക്കെ. അപ്പം ഒരു 80% CG ഉള്ളതുകൊണ്ട് തന്നെ CG വൈസ് സിനിമ ഭയങ്കര നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ CGIയുടെ ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അവരൊന്നും ഇല്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബട്ട് എഗെയിൻ ഞാൻ ഈ ടീമിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം ആ രീതിയിൽ ഒരു ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ പരിപാടി ഇതിനകത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ എഗെയിൻ മലയാള സിനിമയിലെ ഒരു മുഖ്യധാര മലയാള സിനിമയുടെ ഒരു പ്രശ്നം അതൊക്കെയാണ്. നമ്മളൊരു മേ ബി സിനിമോട്ടോഗ്രാഫർ ഒരു പർട്ടിക്കുലർ ലൈറ്റിങ്ങിൽ അത് ചെയ്യും. അവിടെ ചെന്നിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവരുടെ പ്ലേറ്റും ഇതും കൂടെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം, ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്കിതിനകത്ത് ഉണ്ടായിട്ടേ ഇല്ല. ഒരു സീംലെസ് ഇൻറ്റഗ്രേഷൻ എല്ലാ രീതിയിലും എല്ലാ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് തന്നെ എൻ്റെ ഈ ടീം എനിക്ക് തോന്നുന്നു ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മളോട് എന്നും എൻ്റെ എല്ലാ 3 സിനിമ അവർ തന്നെ വർക്ക് ചെയ്തേക്കുന്നത്. ഇവൻ അവരോട് ഞാൻ വേറെ സിനിമകൾക്കും ചുമ്മാ അവരോട് പോയിരുന്ന് പണിയൊക്കെ എടുക്കാറുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്. ഇൻഫാക്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത് മെറാക്കിയുടെ ഈ പറഞ്ഞ ഓഫീസിലാണ് നമ്മൾ കോവിഡിൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. കാരണം അവിടെ മാത്രമേ നമുക്ക് ബിൽഡിംഗ് അവൈലബിൾ ഉള്ളായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ ആ ബിൽഡിംഗ് ആണ് നമ്മൾ ആ ബങ്കറായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അഗൈൻ പിന്നെ മ്യൂറൽസ് എന്ന് പറയുന്നത് സീതാ സിംഗ് ദ ബ്ലൂസ് പറഞ്ഞിട്ടുള്ള കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു മ്യൂറൽ വെച്ചിട്ടുള്ള ഒരു ആനിമേറ്റഡ് ഫിലിം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് അത് മ്യൂറൽസ് വേണമെന്ന് തോന്നിയത്. ആ മ്യൂറൽസ് എന്നാലും നമ്മൾ എഗൈൻ നാസയുടെ ഒക്കെ സ്റ്റോറി പറയുന്ന സമയത്ത് നമ്മൾ മ്യൂറൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മലയാളി എത്ര മുമ്പിലും ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാലും മാറില്ല എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ മലയാളിയുടെ സ്വഭാവത്തിൻ്റെ ഒരു കൺവെൻഷണൽ ഒരു ഭയങ്കര ഏൻഷ്യൻ ട്രേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മ്യൂറൽ യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു കോൺട്രാസ്റ്റ് സൈഫയ്ക്കകത്ത് വരുമ്പോൾ ഇനിയും എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഫസ്റ്റ് മ്യൂറലിൻ്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പം ബ്രോയിനോട് സംസാരിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനുള്ളൊരു നോഡായിരുന്നു. നമുക്കൊരിക്കലും സൈഫയ്ക്കകത്ത് നമ്മളൊരിക്കലും മ്യൂറൽ യൂസ് ചെയ്യില്ലല്ലോ. പക്ഷേ യൂസ് ചെയ്യുന്നതിനകത്ത് ആ ഒരു നോഡെന്ന് പറയുന്നത് തന്നെയായിരുന്നു മലയാളിക്ക് ഏൻഷ്യൻ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്ന ട്രേറ്റ്സുകൾ എത്ര ഫ്യൂച്ചറിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ അത് ബിലോങ് ചെയ്യുന്നുള്ളൊരു സാധനമായിരുന്നു. അത് ആത്മാ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴിക്കോടുള്ള ഒരു ടീമാണ് അത് വർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിൽ പോയി കുറേ അവാർഡ്സ് കിട്ടി. പക്ഷേ ഇതൊക്കെ നമ്മുടെ പോപ്പ് കൾച്ചറിൽ റൂട്ടഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമ്മുടെ പൊളിറ്റിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അത് അവിടെ പോയപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുടെ ഈ പോപ്പ് കൾച്ചറിനോടും ഈ പൊളിറ്റിക്സിനോടുള്ള റെസനേഷനോ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതവർക്ക് മനസ്സിലായോ? അതെങ്ങനെയാണ്, അതിലൂടെ അവർ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് ഈ സിനിമ? നമുക്ക് കിട്ടിയുള്ള അവാർഡ്സ് ബെസ്റ്റ് സൈഫൈ ഫിലിമും ബെസ്റ്റ് കോമഡി ഫിലിമും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും അതിലൊക്കെ പറഞ്ഞ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സിൻ്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്സിനെ അവർക്ക് കാണാൻ പറ്റിയില്ല, അതിൽ ഒരു റിലേറ്റബിലിറ്റി ഉണ്ടായെന്നാണ് അവർ കൂടുതലും പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലൊക്കെ വന്ന റിവ്യൂസിലൊക്കെ കടന്നിരുന്നതും ഇവർക്ക് ഇവിടുത്തെ ഒരു ചെറിയ ഇപ്പോൾ ഒരു റിലീജിയസ് എക്സ്ട്രീമിസം ആയാലും ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസം ഒക്കെ ആയാലും അവരും അവെയറാണ് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഒരു നമ്മളതിനകത്ത് സ്പെക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മളൊരു അവർക്കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്കത് മനസ്സിലായി എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഒരു ടേക്ക്. അപ്പോൾ പ്രമാണ ഇൻ്റർനാഷണൽ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റലിയിൽ നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ നമുക്കൊരു സ്റ്റാൻഡിങ് ഇവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് അവർ ആദ്യമായിട്ട് എൻ്റെ കല്യാണത്തിന് ദിവസമായിരുന്നു ആക്ച്വലി ആ ഫെസ്റ്റിവൽ നടന്നുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കല്യാണം ദിവസം ആയതുകൊണ്ട് മാത്രം അതിനവർ ടിക്കറ്റ് അയച്ചതുകൊണ്ടും പോകാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു അവിടുന്ന് അതിൻ്റെ ഒരു സ്റ്റാൻഡിങ് ഇവേഷൻ കിട്ടിയ സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യം, ഈ പോപ്പുലർ കൾച്ചർ ഒന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോപ്പ് കൾച്ചർ ജോക്സ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതല്ലാതെ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്, അവരതിനൊരു കൈയടി തരുന്നുണ്ട്. അപ്പം ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസും അവിടെ തന്നെ ഉണ്ടായത്. പക്ഷേ എന്നാലും സൗത്ത് ഏഷ്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള വെസ്റ്റേൺ വ്യൂവേഴ്സിനുള്ളൊരു സാധനമുണ്ട്. നമ്മളുടെ സ്ലം ഡോഗ് മില്ലറിലൊക്കെ അതിൻ്റെ ഒരു ബെയ്റ്റ് കണ്ടന്റ് ആണല്ലോ, ഡാൻസ് പരിപാടി സാധനങ്ങൾ. അതല്ലാതെ പക്ഷേ ഇവിടുത്തെ ഹ്യൂമർ ഡെഡ് ആണെന്ന് അവർക്കൊരു തോന്നലുണ്ടായിരുന്നു. അവിടെ അവർ സത്യജിത് റായ് സാറിനെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ സമയത്തൊക്കെ ഈ ഷത്രംഗ കില്ലാടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര ഗ്രേറ്റസ്റ്റ് എക്സാമ്പിളാണ്. കാരണം ഒരു ഫുൾ ഡെമോക്രസിയെ ചുമ്മാ ചെറിയ രീതിയിലൊക്കെ പുള്ളി ഭയങ്കരമായിട്ടും കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം എന്നുവെച്ചാൽ ഇൻ റെസ്പെക്ട്ഫുൾ വേ. അപ്പോൾ സാറിൻ്റെ ആ ഒരു സാധനമൊക്കെ അവർ നമ്മളുടെ സിനിമയായിട്ട് റെസൊണേറ്റ് ചെയ്ത സമയത്ത് വെരി ഹംബിൾഡ്. ഒന്നുമല്ല, എഗെയിൻ ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ ലാസ്റ്റ് ഇത് പറഞ്ഞു നിർത്താമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കണ്ട സിനിമകളും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാൾ സാഗൻ തിരക്കഥ എഴുതിയ റോബോട്ട് സെമൻറ്റിക്സ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ഞാൻ സ്പേസ് ഒഡീസിൽ അത്രയും തന്നെ മുകളിൽ കാണുന്ന സൈഫൈൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ.
ആ സിനിമകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻറ്റർസ്റ്റെല്ലറൊക്കെ നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ആ സിനിമകളൊക്കെ നമ്മളൊരു ബൈബിളോ ഒരു രാമായണം പോലൊക്കെ നമ്മൾ അതിനെ കരുതുന്നുണ്ടെങ്കിൽ എൻ്റെ സിനിമ ഒരു കളിക്കൊടുക്കുകയാണ്. ആ ഒരു ലെവലിൽ മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഭയങ്കര ഹമ്പിളായിട്ട് ആ വലിയ സാഗരത്തിൻ്റെ സൈഡിൽ ചൂണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഫിലിം മേക്കറാണ് ഞാൻ. അപ്പോൾ ആ റെസ്പെക്റ്റോടുകൂടി തന്നെ നമ്മൾ അവർ പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ജോണിൽ നമ്മൾ ബിലോങ് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ഇത് തന്നെ ഒരു ഇപ്പോൾ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചന്തുവിൻ്റെ ഉള്ള ഒരു പ്ലാനുകൾ എന്താണ്? ഈ ജോണർ ഈ യൂണിവേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അതോ വേറൊരു സിനിമ വേറൊരു ജോണർ ട്രൈ ചെയ്യാനാണോ? എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? അതോ ഈ സിനിമയുടെ ഇനിയുള്ള സാധ്യതകൾ ഇപ്പോൾ ഓൾറെഡി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ പോയിരുന്നു, ഇനിയുള്ള സാധ്യതകൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണോ? എന്താണ് അടുത്ത ഇമീഡിയറ്റ് പ്ലാൻസ്? ഈ സിനിമയ്ക്കകത്തൊരു ഈസ്റ്റർ എഗ് ഉണ്ട് നമ്മളുടെ അടുത്ത സിനിമയ്ക്കുള്ളത്. അതായിരിക്കാം മേ ബി എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ പോലും നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ലക്ഷറിയിലുള്ള ഒരു ഫിലിം മേക്കർ ഒന്നുമല്ല ഞാൻ. ഗോ വിത്ത് ദ ഫ്ലോ ആയിരുന്നു ഇത്രയും നാളും. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് കോൾസും നമ്മളോട് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എങ്കിൽ പോലും എനിക്കിപ്പോൾ ഒരു നിഷ ഓഡിയൻസ് ഉണ്ടെന്ന് അജുവേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അവരെ ആ ഒരു ഫോളോയിങ് നന്നായിട്ട് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഇതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ജോണർ റിപ്പീറ്റ് ചെയ്യൽ, പുതിയ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരേ ജോണറിൽ എക്സിസ്റ്റ് ചെയ്യാൻ എനിക്കും താല്പര്യമില്ല, ഒരേ ടൈപ്പ് പടങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഈ ഒരു ഇതിൽ പറയാൻ പറ്റുന്ന പരിപാടി, കാരണം പാർട്ട് സയൻസ് പാർട്ട് ഫിക്ഷൻ ആണെങ്കിൽ പോലും അതിനെ വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ടാസ്ക് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത് ആൾക്കാർക്ക് ക്രിഞ്ച് അടിക്കാത്ത രീതിയിൽ, ആൾക്കാർക്ക് കുറച്ചുകൂടെ എൻജോയബിൾ ആവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഗനചാരി പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എടുത്തുകൊണ്ട് ഈ ജോണിൽ തന്നെ കുറച്ചധികം അത്രയും കഥകൾ എനിക്കത് പറയാനുണ്ട്. എനിക്ക് സയൻസ് ഫിക്ഷൻ കുറേ കഥകൾ എൻ്റെ അജുവേട്ടനൊക്കെ എന്നെ ഫോൺ എടുത്തിട്ട് അജുവേട്ടൊരു കഥ പറയാനുണ്ട്, നിൻ്റെ സയൻസ് ഫിക്ഷൻ ആണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വിളിക്കാം എന്നൊക്കെ വിളിച്ചിട്ട് പുള്ളി ഇടയ്ക്ക് നമ്മളെ കളിയാക്കാറുണ്ട്. പക്ഷേ അത്രയും ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മളിവിടുത്തെ എക്കണോമിക്കലായിട്ടുള്ള ലൈഫിനെ ഡെയിലി നമ്മുടെ ലൈഫിൽ എങ്ങനെ ഇൻവോൾവ് ആവും, ഒരു കോൺസ്പിറസി തിയറി പോലെ സ്കൈനെറ്റ് പോലെ അല്ലാതെ ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും ഇന്ത്യൻ ഒരു ഡെമോക്രസിയിലും എക്ക് എങ്ങനെയൊക്കെ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഇൻവോൾവ് ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ളതിൽ ഒരുപാട് കഥകൾ മൈൻഡിലുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ വഴിക്കൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ സഞ്ചാരമെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച് ചന്തു. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ജേർണി ഫോർവേഡ്. താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച്.